പലപ്പോഴും പല ബിസിനസ്സുകാരോടും സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും ഒരേപോലെ പറയുന്ന ഒരു സംഭവമുണ്ട്. ഞങ്ങൾ അടിപൊളിയായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷേ മാർക്കറ്റിംഗ് ഒന്നും ഇങ്ങോട്ട് എഫക്റ്റീവായിട്ട് വരുന്നില്ല, ഞങ്ങൾക്ക് ലീഡ്സ് ഒന്നും ഇങ്ങോട്ട് വല്ലാണ്ട് കിട്ടണില്ല എന്നുള്ളത്. അപ്പം ഫർദറായിട്ട് ഈ ബിസിനസ് ഓണേഴ്സുമായിട്ട് ഇരുന്ന് സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച സംഭവം, ഇവർ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ആർക്കാണ് ഇവരുടെ അഡ്വർടൈസ്മെൻറ്റ് കാണേണ്ടത്, ആരിലേക്കാണ് ഇവരുടെ സർവീസും പ്രോഡക്റ്റും ശരിക്കും അഡ്വർടൈസ്മെൻറ്റ് ചെയ്യേണ്ടത്, ആരിലേക്കാണോ എത്തിക്കേണ്ടത്, ആ ആളുകളിലേക്ക് ഇവരുടെ അഡ്വർടൈസ്മെൻറ്റ് എത്തുന്നില്ല എന്നുള്ള ഒരു റൂട്ട് കോസാണ് മനസ്സിലായത്. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ബിസിനസ് ഓണർ ആയിക്കോട്ടെ, നമ്മൾ നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ്, നമ്മുടെ സർവീസ് നമ്മൾ ആളുകളിലേക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം, നമ്മളുടെ ടാർഗറ്റ് മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആരാണ് നമ്മുടെ ഐഡിയൽ ക്ലയൻറ്റ് പ്രൊഫൈൽ, നമ്മൾ ICP എന്ന് പറയും. ആരാണ് നമ്മുടെ ഐഡിയൽ ക്ലയൻറ്റ് പ്രൊഫൈൽ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു ഐഡിയൽ ക്ലയൻറ്റ് പ്രൊഫൈൽ വളരെ ലേസർ ഫോക്കസ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ആളുകളിലേക്ക് നമുക്ക് അവരെ മാറ്റാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലേക്ക് മാത്രം നമുക്ക് കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ മാസ്സായിട്ട് അഡ്വർടൈസ് ചെയ്തിട്ട് നമുക്കൊരു ലീഡോ ഒരു ഷെയറോ ഒരു ലൈക്കോ കിട്ടല്ലാണ്ട് നമുക്ക് ലീഡ്സ് ഒന്നും കാര്യമായിട്ട് കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നതിൽ നിന്നും മാറിയിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ക്വാളിറ്റി ലീഡ്സ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ടൊരു പ്രത്യേകത. അപ്പം നമ്മളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ, നമ്മൾ നമ്മുടെ ബിസിനസ് വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, നമ്മൾ ആർക്കാണോ നമ്മുടെ സർവീസ്, ആർക്കാണോ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കേണ്ടത് എന്നുള്ളത് വളരെ ക്ലിയറായിട്ട് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് ആരാണോ അവരെ നമ്മൾ വളരെ ക്ലിയറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ ടാർഗറ്റ് മാർക്കറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3R എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റിനെ വളരെ ലേസർ ഫോക്കസ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ 3R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ടാർഗറ്റ് മാർക്കറ്റിലേക്ക് നമുക്ക് റെസനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മൾ വിചാരിച്ച കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് അവരുടെ പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ പറയുന്ന സംഭവവും അവരുടെ പ്രശ്നങ്ങളുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് റെസനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. രണ്ടാമത്തത് നമ്മൾ പറയുന്നത് നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഈ പറയുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ പ്രോബ്ലംസ് നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ വളരെ എഫക്റ്റീവായിട്ട്. 3, ഈ പറയുന്ന ആളുകൾ നല്ല റവന്യൂ ഈ പറയുന്ന ആളുകളിൽ നിന്നും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ടൈറ്റായിട്ടുള്ള ഒരു ഐഡിയൽ ക്ലയൻറ്റ് പ്രൊഫൈലിനെ, ഒരു ടാർഗറ്റ് മാർക്കറ്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാ മാർക്കറ്റിങ്ങും നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ ഈ അഡ്വർടൈസ്മെൻറ്റ് കാരണം നമ്മളുടെ ബിസിനസ്സിലേക്ക് വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ലീഡ്സ് നമുക്ക് കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ബിസിനസ് ഓണർ ആണെങ്കിൽ, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇപ്പോൾ കിട്ടുന്ന ലീഡ്സ് വളരെ കുറവാണ്, ബിസിനസ് കാര്യമായിട്ട് നടക്കുന്നില്ല എങ്കിൽ, ദിസ് ഈസ് സംതിങ് ദാറ്റ് യു നീഡ് ടു ഗോ ബാക്ക് ആൻഡ് ലുക്ക് അറ്റ് ഇറ്റ്, വെദർ യു ഡിഫൈൻഡ് യുവർ ടാർഗറ്റ് മാർക്കറ്റ് ക്ലിയർലി ആൻഡ് യു ആർ അഡ്വർടൈസിങ്, യു ആർ ട്രൈങ് ടു സോൾവ് പ്രോബ്ലം ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഗ്രൂപ്പ് റാദർ ദാൻ അഡ്വർടൈസിങ് ടു ഹോൾ വേൾഡ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഐഡൻറ്റിഫൈ യുവർ ടാർഗറ്റ് മാർക്കറ്റ് ആൻഡ് അഡ്വർടൈസ് യുവർ ആഡ്സ് എവറിത്തിങ് സ്പെസിഫിക് ടു ടാർഗറ്റ് മാർക്കറ്റ് ആൻഡ് സീ ദ മാജിക് ഓഫ് ഡൂയിങ് ഇറ്റ്. ഓക്കെ, ഈ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, യു ക്യാൻ കോൺടാക്ട് മീ, മൈസെൽഫ് സുഹാസ് ചെപ്പാലി, ദ പ്രോഫിറ്റ് സ്ട്രാറ്റജിസ്റ്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് കോച്ച്. താങ്ക് യു സോ മച്ച് എവ്രിവൺ. ബൈ ബൈ.